ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ സ്ക്വാഡ്രനുകളുടെ നിർണായക കുറവ് സംബന്ധിച്ച് ഔദ്യോഗികമായി തന്നെ ഈ വ്യോമസേന മേധാവികളൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അതിനൊരു പരിഹാരം കാണുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ വ്യോമസേന ഏതാണ്ട് 110ഓളം വിമാനങ്ങൾ വാങ്ങുന്നു. അത് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. അതായത് ഫ്രാൻസുമായിട്ട് ഗവൺമെൻറ് ടു ഗവൺമെൻറ് കരാർ ഏർപ്പെടാനായിട്ട് ഇന്ത്യ തയ്യാറാകുന്നു. അപ്പോൾ നമ്മളുടെ കരസേനയ്ക്ക് ഇത്ര വിമാനങ്ങൾ വേണം, അതിനാരാണ് തയ്യാറാകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ടെൻഡറൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൽ സ്വീഡൻ പങ്കെടുത്തു, ജർമ്മനി പങ്കെടുത്തു, അതുപോലെ തന്നെ റഷ്യ പങ്കെടുത്തു, US-ൻ്റെ തന്നെ ലോക്ക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന വലിയ വിമാന കമ്പനി പങ്കെടുത്തു. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഫ്രാൻസിനോട് കൂടുതൽ അടുക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതായത് നമുക്ക് കൂടുതൽ ആവശ്യം ഈ പറയുന്ന സുഖോയ് വിമാനങ്ങളോ അല്ലെ F-35 ഒന്നും അല്ലെന്നും മറിച്ച് ഫ്രാൻസ് നൽകുന്ന റഫേൽ യുദ്ധവിമാനങ്ങളാണെന്നുമുള്ളൊരു നിലപാടിലേക്ക് വന്നു. ഇതിന് മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഏതാനും ദിവസം മുമ്പാണ് 63,000 കോടി രൂപ ചെലവഴിച്ച് 26 റഫേൽ യുദ്ധവിമാനങ്ങൾ നാവികസേനയ്ക്കായിട്ട് വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടത്തുന്ന ഏറ്റവും വലിയ വ്യോമയാന കരാറാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നയതന്ത്ര തലത്തിലുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് പ്രതിരോധ മേഖലയിലും വലിയ ഒരു ഇഴയെടുപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകും. ഇവിടെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങുന്നതിന് ടെൻഡറിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയത് ഫ്രാൻസ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് INS വിക്രാന്തിൽ നമ്മൾ ഈ പറയുന്ന ഫ്രഞ്ച് വിമാനങ്ങൾ ഫിക്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. കാരണം INS വിക്രാന്ത് എന്ന് പറയുന്നത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ്. ഇതിൽ ഓൾറെഡി MiG-29K യുദ്ധവിമാനമുണ്ട്. ഇത് കൂടാതെ തന്നെയാണ് നമ്മളിപ്പോൾ റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യോമസേനയ്ക്കൊപ്പം തന്നെ നാവികസേനയും ശക്തമാകും. അപ്പോൾ കരസേന ശക്തമാക്കുക എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്വാഡ്രണുകളുടെ എണ്ണം കാലം കഴിയും തോറും കുറഞ്ഞു വരികയാണ്. ഈ സ്ക്വാഡ്രണുകൾ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ 110 റഫേൽ ജെറ്റുകൾ ഇന്ത്യ വാങ്ങുന്നു. അതോടുകൂടി ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഓപ്പറേറ്ററായിട്ട് മാറും. നമ്മുടെ DRAL ഉണ്ട്, അതായത് ഡാസോ റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡ്. ഇതിൻ്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഫ്രാൻസിലെ വലിയ എയറോസ്പേസ് ഭീമനായ ഡസോ ഏവിയേഷൻ ഏറ്റെടുക്കുമെന്നതിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷനൊക്കെ നടക്കും. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നമ്മുടെ ഈ സൈനിക കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ട പാർട്സുകളൊക്കെ തന്നെ ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാറിലേക്കും കാര്യങ്ങൾ നീങ്ങും. എന്തായാലും DRAL നിയന്ത്രിക്കുന്നത് കൂടുതൽ വിദേശ നിക്ഷേപങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും സഹായിക്കും. ഈ പറയുന്ന പ്രതിരോധ രംഗത്ത് ഇത് ഫ്രാൻസിൽ നിന്നാണ് കിട്ടുന്നത്. മാത്രമല്ല ഈ ഫ്രഞ്ച് കമ്പനി പറയുന്നത് നമ്മൾ ധാരാളമായിട്ട് ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ ടെക്നോളജി ഇന്ത്യയിലേക്ക് കൈമാറും. ഒപ്പം നമുക്ക് കയറ്റുമതിയിലും അതിൻ്റേതായ ഗുണമുണ്ടാകും. ഇത് വാദിക്കുന്നത് ഡസോയാണ്. അപ്പോൾ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ ഒരു മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും വിശാലമായ ഇന്ത്യൻ പ്രതിരോധ മേഖലയിലേക്ക് പരിമിതമായ സാങ്കേതിക കൈമാറ്റം നടത്തുന്ന രീതിയിലുള്ള ഈ കിറ്റുകൾ അത് ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകരം വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടത്തും. അങ്ങനെയാണെങ്കിൽ DRDL ഒരു മാസം 2 റഫേൽ ജെറ്റുകൾ ഉൽപ്പാദിപ്പിക്കും അല്ലെങ്കിൽ നിർമ്മിക്കും. അങ്ങനെയാണെങ്കിൽ 5 വർഷം കൊണ്ട് നമ്മൾ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഈ 110 എണ്ണത്തിൻ്റെയും നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് വലിയ നേട്ടമുണ്ടാകും. അപ്പോൾ നേരത്തെ നമ്മൾ ഈ പറയുന്ന നാവികസേനയ്ക്കായിട്ട് 26 യുദ്ധവിമാനങ്ങൾ മേടിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ 22 എണ്ണം സിംഗിൾ സീറ്റും 4 എണ്ണം ഇരട്ട സീറ്റുമുള്ളതാണ്. ഈ ഇരട്ട സീറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സീറ്റിലിരുന്ന് മറ്റൊരു വൈമാനികന് പരിശീലനം നേടാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ നമ്മൾ കൂടുതലായി മേടിക്കുന്നതോടുകൂടി നമ്മുടെ സ്ക്വാഡ്രണിൽ വലിയ കുറവുണ്ടായ ഒരു പ്രശ്നമുണ്ട്. അത് വലിയ പ്രതിസന്ധിയാണ് നമുക്കുണ്ടാക്കുന്നത്. കാരണം 4ാം തലമുറ യുദ്ധവിമാനങ്ങളായ F-35 റഷ്യയുടെ യുദ്ധവിമാനം അതൊക്കെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടും നമ്മൾ അവരുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്നില്ല. മാത്രമല്ല ഇന്ത്യ എന്ത് നടപ്പാക്കണമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കും. മറ്റ് രാജ്യങ്ങളുടെ സ്വാധീനമില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ യുദ്ധത്തിനോട് അനുകൂലിക്കുന്ന നിലപാടല്ല സ്വീകരിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് നമ്മൾ വലിയ മെച്ചപ്പെട്ട രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം സൈനിക മേഖലയിലും പ്രതിരോധ മേഖലയിലും ആയുധങ്ങൾ വാങ്ങുന്നതിനുമൊക്കെ
നമ്മളൊരു താഴേക്കിടയിലുള്ള രാജ്യമായിരുന്നെങ്കിൽ കഴിഞ്ഞ 10-11 വർഷമായിട്ട് നമ്മളുടെ ആ ഗ്രാഫ് മെച്ചപ്പെടുത്തി വരുന്നുണ്ട്. ഇന്ന് 100ഓളം രാജ്യങ്ങളുമായിട്ട് നമ്മൾ പ്രതിരോധ ഇടപാടുകൾ നടത്തുന്നു. എന്തിന്? നമ്മുടെ പിനാക്ക പോലെയുള്ള റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റങ്ങൾ ഫ്രാൻസ് വാങ്ങുന്നു എന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ച കാര്യമാണ്. അപ്പോൾ ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഇത്തരത്തിൽ നയതന്ത്രപരമായി സൈനിക മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ വലിയ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ പോകുന്നു. ജർമ്മനിയുമായിട്ടും UK-യുമായിട്ടും ഒക്കെ തന്നെ നമുക്ക് നല്ല ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമമൊക്കെ നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അതിനോട് യോജിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ 110 റഫേൽ വിമാനങ്ങൾ കരസേനയ്ക്ക് വേണ്ടി വാങ്ങാനുള്ള ടെൻഡർ ഇപ്പോൾ പൂർത്തിയായപ്പോൾ ഏതാണ്ട് ഫ്രാൻസിന് അനുകൂലമായ നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഈ വിമാനങ്ങൾ വാങ്ങാനും യുദ്ധോപകരണങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള പ്രത്യേക മന്ത്രിസഭാ സമിതിയുണ്ട്. ഈ സമിതിയുടെ അനുമതി കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത്. അങ്ങനെയാണ് 63,000 കോടി രൂപ നമ്മൾ ഇതിനായിട്ട് ചെലവഴിക്കുന്നത്. 26 യുദ്ധവിമാനങ്ങൾ നാവികസേനയ്ക്കായിട്ട് വാങ്ങുന്നു. ഇതിൽ INS വിക്രാന്തിലാണ് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നതെങ്കിലും INS വിക്രമാദിത്യയിലും ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ കരസേനയും അതുപോലെ തന്നെ നാവികസേനയും വ്യോമസേനയും ഒക്കെ നമ്മൾ ശക്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പുതിയ യുഗത്തിൽ ഇന്ത്യ ലോകത്തിലെ വൻ ശക്തിയായിട്ട് മാറുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. നമുക്ക് ഈ നാവിക മേഖലയിൽ വലിയ ശക്തിയൊക്കെ ആണെങ്കിലും വ്യോമ മേഖലയിൽ ശക്തി അല്പം കുറവാണെന്നും പഴകിയ യുദ്ധവിമാനങ്ങളാണെന്നുമൊക്കെയുള്ള ചില വിമർശനങ്ങൾ ഈ പ്രതിരോധ രംഗത്ത് തന്നെ ഉയരുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഘട്ടം ഘട്ടമായുള്ള നീക്കമാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്രഞ്ച് ഭീമനായ, അതായത് ഏവിയേഷൻ ഭീമനായ ഡീസോ ഏവിയേഷൻ ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപമൊക്കെ നടത്തുകയും ഇന്ത്യയിൽ തദ്ദേശീയമായിട്ടുള്ള പാർട്സുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനങ്ങളൊക്കെ നിർമ്മിക്കുകയും ചെയ്താൽ നമ്മളും ഈ പറയുന്ന വ്യോമ മേഖലയിൽ നമ്മളും ഒരു വലിയ ശക്തിയായിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇനി വേണ്ടത് ഈ ഫ്ലീറ്റ് മെയിൻ്റനൻസ്, ലോജിസ്റ്റിക് സപ്പോർട്ട്, നാവികസേന ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം, ഇതിനെല്ലാം തന്നെ ഈ ഫ്രാൻസുമായിട്ട് നമ്മളൊരു കരാറിൽ ഏർപ്പെടണം. കാരണം നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് 26 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ തന്നെ നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടു. ഇത് കൂടാതെയാണ് ഇപ്പോൾ മാക്രോണും മോദിയും തമ്മിൽ ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന രീതിയിൽ ഒരു കരാറിലേക്ക് നീങ്ങുന്നത്. ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 110 യുദ്ധവിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മുടെ കരസേനയ്ക്ക് അല്ലെങ്കിൽ വ്യോമസേനയ്ക്കൊക്കെ വേണ്ടിയിട്ട് 36 യുദ്ധവിമാനങ്ങൾ നമ്മൾ വാങ്ങിയിരുന്നു. ഇത് കൂടാതെ ഇപ്പോൾ 110 വിമാനങ്ങൾ വാങ്ങുന്നതിൻ്റെ ടെൻഡറിലേക്ക് കടക്കുന്നു. 26 യുദ്ധവിമാനങ്ങൾ ഈ നാവികസേനയ്ക്ക് വേണ്ടി വാങ്ങുന്നു. ഈ നാവികസേനയ്ക്ക് വേണ്ടി വാങ്ങുന്ന യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ INS വിക്രാന്ത് എന്ന് പറയുന്ന തദ്ദേശീയമായി നിർമ്മിച്ച നമ്മുടെ വിമാനവാഹിനി കപ്പലിന് വേണ്ടിയിട്ടുള്ളത് കൂടിയാണ്. അങ്ങനെ ഇന്ത്യ ഈ വ്യോമ മേഖലയിലും കരുത്താർജിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത 5-8 വർഷത്തിനുള്ളിൽ നിരവധി സ്ക്വാഡ്രണുകൾ, ഏതാണ്ട് 4-5 സ്ക്വാഡ്രണുകൾ തന്നെ നമുക്ക് പിൻവലിക്കേണ്ടി വരും. സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വാഡ്രണിൽ 15 മുതൽ 20 യുദ്ധവിമാനങ്ങളൊക്കെ ഉൾപ്പെടും. അത്തരം സ്ക്വാഡ്രണുകളിലെ ഈ പറയുന്ന പരിമിതി പരിഹരിക്കാനായിട്ട് ഫ്രാൻസുമായിട്ടുള്ള ഈ ടെൻഡർ അല്ലെങ്കിൽ ഈ പറയുന്ന ഉടമ്പടി സഹായിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സ്വീഡനെയും റഷ്യയും അമേരിക്കയും ജർമ്മനിയെയും ഒക്കെ ഒഴിവാക്കി നമ്മൾ ഫ്രാൻസുമായിട്ട് കൈകോർക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായ ചില പ്ലാനിങ്, കൃത്യമായ ചില നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും നമ്മുടെ വ്യോമസേനയ്ക്കൊപ്പം തന്നെ നാവികസേനയും കൂടുതൽ കരുത്താർജിക്കുകയാണ്. ഫ്രാൻസിലെ യുദ്ധവിമാനങ്ങളെ കൂടാതെ തന്നെ റഷ്യയുടെ സുഖോയ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ നമുക്കുണ്ട്. ഒപ്പം തന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നുണ്ട്. അപ്പോൾ റഷ്യയും നമ്മളോട് കൂടുതൽ സഹകരിച്ച് തന്നെയാണ് മുന്നേറുന്നത്. അമേരിക്കയും നമ്മുടെ പ്രതിരോധ കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നുണ്ട്. കാരണം തേജസ് യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ നമുക്ക് എഞ്ചിൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പരിമിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയിൽ നിന്ന് ആ എഞ്ചിനുകളും നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ തദ്ദേശീയമായി ഈ തേജസ് യുദ്ധവിമാനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു. അങ്ങനെ വ്യോമ, കര, നാവിക സേനകൾ ഇന്ത്യയുടെ കൂടുതൽ കരുത്താർജിക്കും എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.